CNG വാഹനം യൂസ് ചെയ്യുന്ന പലരുടെയും മനസ്സിലുള്ളൊരു സംശയമാണ് CNGയിൽ നമുക്ക് വാഹനം സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കത്തില്ല. പെട്രോൾ യൂസ് ചെയ്തേ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതെന്തുകൊണ്ടാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത്? അതുമാത്രമല്ല, ഇനി എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെ വാഹനത്തിലുള്ള പെട്രോൾ കംപ്ലീറ്റ് തീർന്നു എന്ന് തന്നെ നമുക്ക് സങ്കല്പിക്കാം. അത് വേറെ രീതിക്ക് നമുക്ക് വേണമെങ്കിൽ ആക്കാം. നമ്മുടെ ഫ്യൂവൽ ടാങ്കിൽ, അതായത് പെട്രോൾ ടാങ്കിൻ്റെ ഹോസ് കീറിപ്പോയി പെട്രോൾ ഫുള്ള് പുറത്തോട്ട് പോയി, അല്ലെങ്കിൽ ടാങ്ക് ഇടിച്ചു, പെട്രോൾ ടാങ്കിന് എന്തെങ്കിലും ഒരു ഇമ്പാക്റ്റ് ഉണ്ടായി, പെട്രോൾ ഫുള്ള് പോയി, നമ്മുടെ യൂസ് ചെയ്യുന്ന ഒരു CNG വാഹനമാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ വാഹനം എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും? നല്ലൊരു ക്വസ്റ്റൻ അല്ലേ? ഹായ്, നമസ്കാരം. ഞാൻ രാകേഷ് MG ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. ഈ ഒരു വാഹനം ഞാനിപ്പോൾ ഡ്രൈവ് ചെയ്യുന്ന ഹുണ്ടായുടെ ഓറ എന്ന് പറയുന്ന ഒരു വാഹനമാണ്. ഈ ഒരു വാഹനം ഒരു CNG വാഹനമാണ്, അതായത് ഒരു ബൈഫ്യൂൽ വാഹനമാണ്. പെട്രോളും CNGയും രണ്ടും നമുക്ക് ഒന്നിച്ച് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ലെഫ്റ്റ് സൈഡിൽ വരുന്നത് ഫ്യൂവൽ ഗേജ് നമ്മുടെ CNGയുടെയും, റൈറ്റ് സൈഡിലെ പെട്രോളിൻ്റെയാണ് വരുന്നത്. ഇവിടെ തൊട്ട് താഴെ നമുക്ക് കൺവേർഷൻ, അതായത് ഇത് കൺവേർട്ട് ചെയ്യാൻ പറ്റും, പെട്രോൾ ആൻഡ് CNGയിലോട്ട് കൺവേർട്ട് ചെയ്യാനുള്ള സ്വിച്ചും നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് CNGയിലോട്ട് മാറ്റണമെന്നുണ്ടെങ്കിൽ CNGയിലോട്ട് മാറ്റാം. ഇനി ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു നല്ലൊരു കയറ്റമൊക്കെ കയറുന്ന സമയത്ത് CNGയിൽ എന്തെങ്കിലും ഒരു പുള്ളിംഗ്ലെസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്കത് മാറ്റി പെട്രോളിലോട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ആ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ എനിക്കത് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. വേറെ ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല. അതുപോലെ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇഗ്നിഷൻ ഓൺ ആക്കിയതിന് ശേഷം ഈ ഒരു ബട്ടൺ ഒരു 10 സെക്കൻഡോളം പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ സാധിക്കുന്ന പോലെ പെട്രോളും CNGയും ഇവിടെ ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. അതായത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ CNG ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്, പെട്രോളാണ് കത്തി നിൽക്കുന്നത്. അതായത് പെട്രോളിലാണ് നിലവിൽ ഇപ്പോൾ ഈ വാഹനം ഓടിക്കൊണ്ടിരിക്കുന്നത്. ഈ വാഹനത്തിൽ ഇപ്പോൾ CNG empty ആണ്. അപ്പം CNG ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥാനത്ത് പെട്രോൾ ബ്ലിങ്ക് ചെയ്തുകൊണ്ട് നിൽക്കും, CNG കത്തി നിൽക്കും. 10 സെക്കൻഡ് നമ്മൾ ആ ബട്ടണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ. പക്ഷേ ഒരു കാരണവശാലും നമ്മൾ ഈ വാഹനം CNGയിൽ സ്റ്റാർട്ട് ചെയ്യരുത്, തെറ്റാണ്. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കോൾഡ് സ്റ്റാർട്ടിങ്ങിൽ CNG സ്റ്റാർട്ട് ആകാൻ ഒരുപാട് സമയമെടുക്കും, ലാഗ് ഉണ്ടാകാനുള്ള ചാൻസസ് കൂടുതലാണ്. അതുപോലെ തന്നെ CNG ഒരു ഡ്രൈ ഫ്യൂവലാണ്. എപ്പോഴും പെട്രോൾ യൂസ് ചെയ്ത് തന്നെ സ്റ്റാർട്ട് ചെയ്യുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ചെറിയ രീതിക്കെങ്കിലും നമ്മുടെ വാഹനം ഒന്ന് ഹീറ്റ് ആയതിനു ശേഷം മാത്രം ഇത് CNGയിലോട്ട് കൺവേർട്ട് ചെയ്യത്തുള്ളൂ. നിങ്ങളത് വളരെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആരും വാഹനം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് CNGയിൽ സ്റ്റാർട്ട് ചെയ്യരുത്. പക്ഷേ ഏതെങ്കിലും ഒരു അത്യാവശ്യ സാഹചര്യത്തിൽ ഇതുപോലൊരു ആവശ്യം വരികയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ ഒരു ഫെസിലിറ്റി കൊടുത്തിരിക്കുന്നത്. അറിയാൻ മേലാത്ത എല്ലാവർക്കും കൂടി ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്ക്.